അപ്പോൾ ഗൈസ് സുഖല്ലേ? എല്ലാവർക്കും സുഖല്ലേ? ഞങ്ങൾക്ക് ഏതായാലും സുഖമാണ് ഇവിടെ. ഞങ്ങളെ ഷിപ്പൊക്കെ ഏകദേശം തീരുമാനമായി. ഇപ്പോൾ പുതിയ ഷിപ്പിനൊക്കെ മറ്റേ ടിക്കറ്റ് നോക്കി ഏകദേശം ഇങ്ങനെ തീരുമാനമായ ലെവലിലാണ്. അപ്പോൾ ഞങ്ങളിന്ന് ഇവിടുന്ന് അകത്തിനോട് മിക്കവാറും വിട പറയും അല്ലേ? എന്ന് പോകില്ല താരം ഇവിടുന്ന് സ്പീഡ് ബസ്സിൽ കവരത്തിക്ക് പോകും. കവരത്തിന്ന് 7-ാം തീയതി കൊച്ചിക്ക് ഷിപ്പ് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഫുൾ സെറ്റായി നിൽക്കുകയാണ്. ബാഗ് പാക്ക് ചെയ്തു. കുഞ്ഞുമുഹമ്മദ് കണ്ണട വെച്ചു. അത് അച്ചാറിന്റെ വീഡിയോ നമ്മൾ വേറെ ഉണ്ട്. അച്ചാറുണ്ട്, ദീപുണ്ടുണ്ട്, മറ്റേ മാസ് സ്രാവ്, ദീപിന്റെ സ്പെഷ്യൽ സാധനങ്ങളാണ്. അതൊക്കെ നമ്മൾ കാണിച്ചു തരാം. ഒരു മിനിറ്റ്. പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് പോകാൻ വേണ്ടി റെഡിയായിട്ട്. സാധനം കാണിക്കാം. മാസാണ് മക്കളെ. ഇതാണോ പൊട്ടിക്കണോ? അല്ല, പൊട്ടിച്ച ഇതാവും, കൊണ്ടാൻ കഴിയില്ല. പൊട്ടിച്ച കൊണ്ടാവാൻ കഴിയാത്ത കാരണം സാധനം കാണില്ലേ? തൂണ കേദറ കടലിൽ പിടിച്ച് ഉണക്കി ഉപ്പിലിട്ടിട്ട് ഉണക്കിയതാവും അല്ലേ? വേവിച്ചിട്ട് ഉപ്പിലിട്ട് ഉണക്കി നല്ല ടൈറ്റ് സാധനമാണ്. പൊട്ടിച്ചാലൊന്നും പൊട്ടില്ല, അമ്മാതിരി ടൈറ്റാണ്. 1 കിലോ ഏകദേശം 350-400 രൂപയൊക്കെ വരുന്നുണ്ട്. 400 എടുത്തിട്ട് 350 കിട്ടുന്നുണ്ടെന്നൊക്കെ വേണ്ട. പക്ഷെ ഞങ്ങൾ പെട്ടെന്ന് എന്തിനാണ് നമ്മൾ പോകുന്നത്? പെട്ടെന്ന് യുദ്ധകാലാടിസ്ഥാനത്തിലാണ് ഞങ്ങളെ യാത്ര. അപ്പൊ ഞങ്ങൾ പെട്ടെന്ന് 400 സാധനം നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പൊ അത് മേടിച്ചു. മാസാണ്. പിന്നെ ഇതാണ് ദീപുണ്ട. പറഞ്ഞാൽ ഉൽപ്പല്ലോ ദ്വീപിലെ ഉണ്ടയാണ്. ദ്വീപിലുണ്ടക്കാണ് മക്കളെ ദീപുണ്ട പറഞ്ഞത്. കവറിലൊക്കെ കാണിക്കും. ഇത് ഒരെണ്ണം ഒറിജിനൽ സാധനത്തിന് 25 രൂപ 30 രൂപ ഒക്കെ വരുന്നുണ്ട് അല്ലേ? 25. ഇതാണ് ദീപുണ്ട. ഇതാണ് ദീപുണ്ട മക്കളെ. ദീപുണ്ട ഇതെന്തോടെ കെട്ടാത്ത റിസ്ക് എടുത്തിട്ടുണ്ടോ? ഇതേ നമ്മളാ എന്തിന്റെ ഇലയിലാണ് ഇത് പൊതിഞ്ഞിട്ടുള്ളത്? ഇതെന്തോ ഒരു ഇലയിൽ പൊതിഞ്ഞിക്കാണ്. നമ്മളെ നാട് തെങ്ങിന്റെ ഓലയാണല്ലേ? തെങ്ങിന്റെ ഓലയാണ്. തെങ്ങിന്റെ ഓലയിൽ പൊതിഞ്ഞിക്കാണ്. തെങ്ങിന്റെ ഓലയിൽ പൊതിഞ്ഞ ദീപുണ്ടതാണ്. അയ്യോ പൂവ് മാതിരല്ലേ? ശർക്കര എവിടുത്തെ? ഇവിടെ നമ്മളെ തിന്നക്കര ദ്വീപില് കണ്ടോ? അവിടെ കഴിച്ചില്ലേ? കള്ളി എത്ര കണ്ടി. പക്ഷെ നമ്മളെ വീഡിയോ എടുത്തില്ല. ആ ശർക്കര കൊണ്ടാണ്. ആ ശർക്കര കൊണ്ടാണ് ഈ സാധനം ദീപുണ്ട. ഞാൻ അവിടെ കഴിച്ചു. ഞാൻ ഒരു പീസ് കഴിച്ചിട്ടേ മേടിച്ചു. മേടിച്ചപ്പോ കഴിച്ചു. ഓക്കെയാണ്. ഇത് ഫ്രഷാണ്. അത് കംപ്ലൈന്റ് ആയിട്ടുണ്ടാവും. അതാണ് സാധനം വ്യത്യാസം. ഇത് ഓക്കെ അല്ലേ? ഫ്രഷ് അല്ലേ? ഇത് വ്യത്യാസമൊന്നും ഇല്ലല്ലോ. ഓക്കെ. ടേസ്റ്റില് ഇവിടുത്തെ ടേസ്റ്റ് ഉണ്ടാവും. സാധനം ഫ്രഷാണ്. ദീപുണ്ട ആണോ? ഞങ്ങളൊരു 10-50 പീസ് ടോട്ടൽ മേടിച്ചല്ലേ? എല്ലാവരും കൂടി 50 പീസ് മേടിച്ചു. നാട്ടിൽ പോയി എല്ലാവരും കൊടുക്കണോ? ഈ നാട്ടിലെത്തിയാല് ദീപുണ്ട എവിടെ വെച്ച് അവിടെ വരരുത്. അങ്ങനെ 20 പീസ് ഒരാൾക്ക് 20 പീസ് ഉള്ളു. പിന്നെ അച്ചാർ. എന്താണ്? തൂണ അച്ചാർ. സാധനം അവിടെ ഉണ്ട്. നല്ല സ്മെല്ല്. അടിപൊളി സ്മെല്ലാണ്. ഇപ്പൊ ഇതിക്ക് ഒരു പാത്രം ചോറാണ് കിട്ടാണല്ലോ. ഞാൻ മിന്നും. അപ്പൊ ഈ സാധനങ്ങൾ അപ്പൊ നിങ്ങൾ ഇത്രയും സാധനങ്ങൾ മേടിച്ചു. പക്ഷെ എനിക്ക് ഇഷ്ടമാണ് ദീപുണ്ട കേട്ടോ. കൊച്ചിയിലൊക്കെ കിട്ടും ദീപുണ്ട. ലോക്കലാണ് സാധനം, ഒറിജിനൽ അല്ല. അപ്പോൾ ഞങ്ങൾ സംഭവം ഫുള്ള് സെറ്റാണ്.
ഇനി നമ്മൾ വെസൽ വന്നു കഴിഞ്ഞാൽ ഉടനെ യാത്ര ആവും. ഞങ്ങൾ താമസിച്ച വീട് ഇതാണ്. വീട് സിറ്റൗട്ട് ഭാഗമാണത്, പുറം ഭാഗം. പിന്നെ നമ്മളെ ഷമീംബായി ഇവിടെ കിടക്കുന്നുണ്ട്. ഷമീംബായി ഫുള്ള് ടെസ്റ്റിലല്ല റെസ്റ്റിലാണ്, ഭയങ്കര ടെൻഷനിലാണ്. ഞങ്ങളെ കൊണ്ടുവരികയും ചെയ്തു, ടിക്കറ്റ് കൺഫേം ആവാത്തതും. ഇതവിടെ ക്യാരംസ് ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് എല്ലാ ആക്ടിവിറ്റീസും വേണമെങ്കിൽ ചെയ്യാനുള്ള. സൈക്ലിംഗ് ഉണ്ട്, ബൈക്ക് റെൻറ്റിന് കിട്ടും, എല്ലാ സംഭവങ്ങളും ഉഷാറാണ്. അപ്പോൾ നമുക്ക് ഇനി പോകാനുള്ള ഒരുക്കങ്ങൾ നോക്കട്ടെ. എങ്ങനെയാണോ പോവോ ഇല്ലയെന്നൊന്നും അറിയില്ല. പോവാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. പോയാൽ ഇന്ന് അകത്തിന്ന് എന്തായാലും പോവും. ഷിപ്പും കൺഫേമാണ്. പക്ഷേ ഒന്നും കൺഫേം ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഏത് ടൈമിലും ഇവർ ക്യാൻസലാക്കും. എന്ത് പ്രശ്നം വന്നാലും അപ്പോൾ ക്യാൻസലാക്കി കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ ഈ വെതറിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഇവിടുത്തെ കാര്യങ്ങളെ. അപ്പോൾ കപ്പൽ അത് കാരണം ഒഴിവാക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിന് ഞങ്ങൾ ഓക്കെയാണ്. ഇനി ഞങ്ങൾ അടുത്ത അപ്ഡേറ്റ് ഇൻഷാ അല്ലാഹ് നൽകാം. ഒരു പക്ഷേ അഗത്തിയിലെ അവസാന വ്ളോഗായിരിക്കും ചിലപ്പോൾ ഇത്. അഗത്തിയുടെ എടാ നമ്മളെടുക്ക പോണ് അബുവോ, നമ്മളെടുക്കാം. അബു ഞങ്ങളെടുക്കോ കൊണ്ടുപോണ്ട്. അബു നമ്മളെ വ്ളോഗിൽ ഫേമസ് ആണ് കേട്ടോ. അബുവിനെ നമുക്ക് ഫേമസ് ആക്കണം. അബു ഒരു മുതലാണ്. അബു 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 ഇവിടേക്ക് ശരിക്കും എന്താ പറയാ ഈ സ്ഥലത്തിന്? ആക്കത്തിന് പറ, മെല്ലെ പറ. ഈ സ്ഥലത്തിന് എന്താ പറയാ? ഒരു വെസ്റ്റേൺ സൈഡ്, ഈസ്റ്റേൺ സൈഡ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അപ്പേ അബുനേറ്റ് ഞങ്ങളൊരു ഷോപ്പിക്ക് സാധനം വാങ്ങാൻ വേണ്ടി പോകണം അല്ലേ? എന്തിനാ പോണേ? പുളിനാരങ്ങ ഛർദിക്കല്ലേ. ഇവിടെ ഒരു ബാർബർ ഷോപ്പാണ്. അപ്പോൾ അബു നമ്മളിവിടെ വന്നതിന് ശേഷം നമ്മളെല്ലാവിധ ബോട്ട് സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും അബു ഉഷാറായിരുന്നു. അപ്പോൾ അബുവിനെ ഞങ്ങളിന്ന് മറ്റേ അകത്തിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ അബുവിനെ പിരിയും. അബുവിനെ നമ്പറൊക്കെ ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്. അബുവിനെ നമുക്ക് എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കട്ടോ. അബുവിന് ആവശ്യമുള്ളവർ നമ്മളോട് ഒരു വിവരം പറഞ്ഞാൽ മതി. പിന്നെ നമ്മൾ ഏതെങ്കിലുമൊക്കെ ഒരു വീഡിയോയിൽ അബുവിൻ്റെ നമ്പർ കൊടുക്കും ചെയ്യും ഇൻഷാ അല്ലാഹ്. അപ്പോൾ അബുജി പറയാം, എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് കേരളത്തിലുള്ള ആൾക്കാരോട്, ഇങ്ങോട്ട് വരാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരോട് എന്തെങ്കിലും പറയണ്ടോ? എന്ത് പറയാൻ? വന്ന് ഫിഷിങ് കൽപ്പെട്ടിയൊക്കെ അടിച്ചു പൊളിക്കാം. അബുവിനെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഞങ്ങൾ വിടുന്ന ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അബു എന്തെങ്കിലും ഡിസ്കൗണ്ട് കൊടുക്കുമോ? ഡിസ്കൗണ്ട് എന്ത് കൊടുക്കാം? അപ്പോൾ ഡിസ്കൗണ്ട് കൊടുക്കാൻ കഴിയില്ല. പെട്രോളും കിട്ടുന്നില്ല, ഒന്നും കിട്ടുന്നില്ല. എന്താ ഡിസ്കൗണ്ട് അല്ലേ? അപ്പോൾ പറഞ്ഞത് ശരിയാണ്. പമ്പൊന്നും ഇല്ലാത്ത, പമ്പില്ല, പെട്രോളില്ല. സുലഭമായിട്ട് കിട്ടുന്ന സംഭവമാണെങ്കിൽ നമുക്ക് വില കുറച്ച് ഓടായിരുന്നു. തേങ്ങ കിട്ടും. തേങ്ങ വേണമെങ്കിൽ കുറച്ച് തേങ്ങ കിട്ടും. ഇളനീര് ഫ്രീ ആയിട്ട് കിട്ടും. ശരിയായി പോകും. 2 വർഷം കഴിഞ്ഞിട്ട് ഇവിടെ വരുന്നുണ്ടല്ലേ, പമ്പ് വരുന്നുണ്ടല്ലേ. നല്ല വൃത്തിയുള്ള റോഡാണ്. നല്ല വൃത്തിയുള്ള റോഡാണ്. കോൺക്രീറ്റ് റോഡാണ്. പക്ഷെ വൃത്തിയുള്ള റോഡാണ്. വൃത്തിയുള്ള ഏരിയ, മൊത്തം ഏരിയ. പ്ലാസ്റ്റിക് ഇല്ലല്ലേ? പ്ലാസ്റ്റിക് ഐറ്റംസ് ഇല്ല. ആൾക്കാർ ഇങ്ങോട്ട് ഇതിൽ മറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചറില്ല. കൽപ്പട്ടി പ്ലാസ്റ്റിക് ഉണ്ടല്ലോ അത്. കൽപ്പട്ടി കടലിൽ നിന്ന് വന്ന അടിയനല്ലേ? കൽപ്പട്ടി ഞങ്ങൾ പോയപ്പോൾ അവിടെ ദ്വീപിന്റെ പുറത്ത് കുറച്ച് കച്ചറ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ കുറച്ച് കണ്ടു. അത് ഇത് കാരണമാണ് അല്ലേ, കടലിൽ ഉപേക്ഷിക്കുന്ന സാധനം വന്ന അടിയനാണ്. ഷിപ്പുകളൊക്കെ എടോ ഇതാ കൊലുണ്ട്. ഇതെന്ത് പഴമാണ്? അബു ഭീകരൻ. ഞങ്ങളെ കൂടെ ഉള്ളൊരു ഫാമിലിയാണ് കേട്ടോ, ആലപ്പയിൽ. എന്തായി തീരുമാനം? എന്തായി? രാത്രി ബോട്ടില്.
ആ അത് കൺഫേം ആയി കാരണം ഗൈസ് ഇവിടെ നമ്മളെ എന്താ പറയാ ഓമക്കായ പപ്പായ ഒക്കെ ഉണ്ട് കേട്ടോ. മൊത്തത്തിലൊരു രസമുള്ള ഏരിയ ആണ്, ഒരു രക്ഷയില്ലാത്ത ഏരിയ. ഓട്ടോറിക്ഷ ഉണ്ടല്ലോ, ഓട്ടോറിക്ഷ നമ്മളെ നാട്ടിലെ ഓട്ടോറിക്ഷ ഉണ്ട്. ഇതെവിടെ ഒരു 4 കൂടിയ ജംഗ്ഷനാണ്. ഇങ്ങോട്ടുണ്ട് ഇങ്ങോട്ടുണ്ട്. ഇവിടെ സ്കൂളുണ്ടെന്ന് തോന്നുന്നു, സേവ് സി. ബൈക്കും സൈക്കിളും പിന്നെ നമ്മൾ ആ കഴിഞ്ഞ വീഡിയോ പറഞ്ഞല്ലോ, ബൈക്കും സൈക്കിളും. ഇതാ അവിടെ ഒരു ഖബർസ്ഥാനാണിത്. ഒരുപാട് ഖബർസ്ഥാനുകളും പള്ളികളും ഉണ്ട് ഇവിടെ. മക്കളെ അപ്പോൾ ഇവിടെ സ്കൂളിൻ്റെ അടുത്താണോ നമ്മൾ? അപ്പോൾ സ്കൂളിൻ്റെ അടുത്താണോ? ഇവിടെ അടുത്ത് സ്കൂളുണ്ടല്ലേ? ആ ഇന്നലെ വീഡിയോയിൽ കണ്ട സ്കൂൾ തന്നെ ആവും. ഇപ്പോൾ വിട്ടോ? ഞങ്ങൾ ചില്ലറ സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് ഷോപ്പിലാണ് ഇപ്പോൾ ഉള്ളത്. ആ മൈസൂർ പഴമുണ്ട്, നമ്മളെ ബുർത്തുക്കാല്, ആപ്പിള്. ഇങ്ങോട്ട് കയറിക്കൂടെ? ആപ്പിളൊക്കെ ഉണ്ട് കേട്ടോ, ആപ്പിളൊക്കെ ഉണ്ട്. ആപ്പിൾ നേന്ത്രപ്പഴം അല്ലേ? അടക്കാപ്പഴം ഉണ്ട്, അടക്കാപ്പഴം. അയ്യവാ മൈസൂർ പഴം, വത്തക്ക. ഇതിനെന്താണ് അപ്പോൾ പേര് പറയാ? തണ്ണിമത്തൻ മുറിച്ചിട്ട്. അതിനെന്താ പറയാ അപ്പൊ? ഓമക്കായ്ക്ക് വത്തക്ക എന്നാ പറയാ? ആപ്പിളല്ലേ? ആ നിങ്ങളിവിടെ എത്തിയോ? നമ്മള് വ്ളോഗിങ്ങിലല്ലേ മൊത്തം. ചെറിയ സൂപ്പർ മാർക്കറ്റ്. സൂപ്പർ മാർക്കറ്റ് എല്ലാ ഐറ്റംസും ഉണ്ടല്ലേ. വെറുതെ അവിടെ നിന്നൊക്കെ വാങ്ങിപ്പോന്നു. ഇവിടെ ഫുള്ള് റെഡിയാണ്. അപ്പം നമ്മൾ ലക്ഷദ്വീപിൽ നിന്ന് അല്ല അഗത്തിദ്വീപിൽ നിന്ന് പോവാണല്ലേ. അപ്പോൾ അതിൻ്റെ സ്പെഷ്യലായിട്ടാവോ ബിരിയാണി? സ്പെഷ്യൽ ബിരിയാണി. ഇത് ചിക്കനാണോ? ചിക്കനാണോ? ലക്ഷദ്വീപിൻ്റെ സ്പെഷ്യൽ ബിരിയാണിയാണ്. അവിടുന്ന് വിട്ടോ? ഷിപ്പ് വിട്ടോ? ജിപ്പ് വന്നിട്ടുള്ളൂ. അപ്പോൾ സലാഡ് മാറുന്നുണ്ട്. ഒന്നിൽക്ക് ഫോൺ ചെയ്യാം, അല്ലെങ്കിൽ പപ്പടം. അയ്യോ നമ്മളെ ബിരിയാണിയോട്ട് കുഞ്ഞമ്മ ഇവിടെ എത്തിക്കണല്ലേ. അതിനുണ്ട് ബിരിയാണി. വേറെ ടേസ്റ്റ്. ആ ഇവിടുത്തെ ബിരിയാണിയുടെ ടേസ്റ്റ് അറിയാനല്ലേ നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ മക്കളെ നമ്മൾ ബിരിയാണി ടേസ്റ്റ് നോക്കാൻ പോകണം. ഇത് വേറെ ടേസ്റ്റാണല്ലേ, നമ്മളെ ബിരിയാണി ടേസ്റ്റ് അല്ല, വേറെ ബിരിയാണി വെറൈറ്റി. ബിരിയാണിക്ക് പപ്പടുണ്ട്, ഇത് സലാഡ്. സലാഡ് മധുര. ചിക്കൻ കഷ്ണമൊക്കെ ഉണ്ട്.
അടിപൊളി. ഗായ്സ് ഞങ്ങളിത് അഗത്തിയിൽ നിന്ന് വിട വാങ്ങുകയാണ് ഗായ്സ്. രാത്രി 3 മണിയാണ് സമയം. ഞങ്ങൾ അഗത്തി ദ്വീപിൽ നിന്ന് കവരത്തി ദ്വീപിക്ക് കിടക്കാനുള്ള പരിപാടിയാണ്. കള്ളക്കടത്തല്ല, ചാടല്ല. ഞങ്ങൾക്ക് ഈ രാത്രി ഇവിടുന്ന് പോയാലാണ് രാവിലെ അവിടെ എത്താൻ പറ്റുക. ഞങ്ങൾക്ക് നാളെ മറ്റന്നാൾ, അതായത് 17-ാം തീയതി, 7-ാം തീയതി, സോറി ഗായ്സ്, 7-ാം തീയതി 7-ാം തീയതി ഞങ്ങൾ ഫ്ലൈറ്റ് ഉണ്ട് ഇവിടുന്ന്. ഫ്ലൈറ്റ് അല്ലടാ, ആകെ 3 മണിയായിട്ട് അന്തം വയ്ക്കണം. 7-ാം തീയതിയാണ് ഷിപ്പ് ഞങ്ങളെ. എന്നെ വേണ്ട, കള്ളക്കടത്തല്ലല്ലോ ഞങ്ങള്. ഇപ്പൊ ആൾക്കാർ ഇതിങ്ങനെ കാണുമ്പോ കരുതി നമ്മള് മുങ്ങാണ് ഇവിടുന്ന്. മുങ്ങല്ല ഗൈസ്, ഞങ്ങൾ ഇവിടുന്ന് നേരെ പോകുന്നത്. പക്ഷെ പകല് പോകാനേക്കാളും നല്ലതല്ലേ രാത്രി പോകുന്നത് എന്ന് വെച്ചിട്ടാണ് അല്ലേ. വെയില് കൊള്ളാനാവില്ല വെച്ചിട്ടാണ് ഈ നേരത്തെ പോണത്. പക്ഷെ നമ്മള് നമുക്ക് പേടിയുണ്ടോ? അബു പേടിണ്ടോ? പക്ഷെ അമ്മകൾ അബുവിനേറ്റ് വിട്ടുപിരിയാണെന്ന്, അതാണ് ഇപ്പൊ മെയിൻ പ്രശ്നം. എവിടെ ബെഡ് ഉണ്ടേ? കാണണം. ആ സെൽഫിയാണ്. ശരിയാവാ, എനിക്ക് കുറച്ച് തിരക്കാണ് കാണാൻ. ലൈറ്റ് ആഴക്കടല് സ്റ്റാർട്ടാക്കി.